നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കോടതി വിധിയിൽ പ്രതികരണവുമായി എം.വി. ഗോവിന്ദൻ. ഗവർണർമാരുടെ കാവ്യവൽക്കരണം ഇനി നടക്കില്ല. സർക്കാരാണ് ശരിയെന്ന് കോടതി വിധിയിലൂടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനിയും ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും എം.വി. ഗോവിന്ദൻ. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവജനങ്ങൾക്കായി നൈപുണ്യോത്സവങ്ങൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. കേരളത്തിൽ നൈപുണ്യ വികസനം നേതൃത്വം കെഇസിന്. ദേശീയ അന്തർദേശീയ രംഗങ്ങളിലെ മികച്ച തൊഴിൽ മേഖല യുവാക്കൾക്ക് പരിചയപ്പെടുത്തുമെന്നും മന്ത്രി. അനധികൃത കയ്യേറ്റം കെ ബിൽഡേഴ്സിനെതിരെ ജനകീയ കമ്മിറ്റി രംഗത്ത്. വർഷങ്ങളായുള്ള നടപടി കൊട്ടിയടച്ചതായി പരാതി. വ്യക്തി താൽപര്യത്തിന് കോർപ്പറേഷൻ കൂട്ടുനിൽക്കുന്നു. തോട് കയ്യേറി നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു മാറ്റുമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. സർവകലാശാലകളിൽ ഗവർണറുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാവ്യവൽക്കരണത്തിന് കനത്ത തിരിച്ചടിയാണ് കോടതി വിധിയെന്ന് എം.വി. ഗോവിന്ദൻ. ഗവർണർ നടത്തുന്ന വഴിവിട്ട നീക്കങ്ങൾ തീക്കളിയാണെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത്. സർവകലാശാലകളെ കാവ്യവത്കരിക്കാനുള്ള ശ്രമത്തിനെതിരായ സമരം ഇനിയും തുടരും. സർക്കാർ നിലപാട് ശരിയെന്നാണ് കോടതി വിധിയിലൂടെ വ്യക്തമായതെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം കാവ്യവത്കരണത്തെ പിന്തുണക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവിൻ്റേതെന്ന് ഗോവിന്ദൻ മാഷ് കുറ്റപ്പെടുത്തി. എന്നാൽ ഗവൺമെൻറ് നൽകിയ ലിസ്റ്റിൽ നിന്ന് അല്ലാതെ അവർക്ക് തോന്നിയതുപോലെ ഒരു യോഗ്യതയുമില്ലാതെ ആൾ ഉൾപ്പെടെ RSS, BJP ഞാൻ നേരത്തെ പറഞ്ഞ കാവ്യവൽക്കരണ പ്രക്രിയയിൽ ഇടപെടാൻ കഴിവുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന ആളുകളെയാണ് താൽക്കാലിക VC-മാരായി നിയമിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് 2 യൂണിവേഴ്സിറ്റികൾ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയും. അതിനെതിരായിട്ടാണ് കോടതിയിൽ പോയത്. ആ നിലപാടിനെതിരായി കോടതിയിൽ പോയപ്പോൾ കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഗവർണർമാരുടെ ഇത്തരത്തിലുള്ള നിയമനം നിയമപരമല്ല എന്ന കാര്യം വ്യക്തമാക്കി. അങ്ങനെ വ്യക്തമാക്കിയപ്പോൾ ഉടനെ ഇപ്പോൾ നിലവിലുള്ള മുമ്പത്തെ ഗവർണറാണ് യഥാർത്ഥത്തിൽ ഇത് നിശ്ചയിച്ചത്. പുതിയ ഗവർണർ അപ്പീൽ പോയപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഗവൺമെൻറ് നിലപാടാണ് ശരി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാണിച്ചതുപോലെ ഞങ്ങളുടെ അടുത്ത നിലപാട് ശരിയായിരുന്നു എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു എന്നാണ് ഇന്ന് ചൂണ്ടിക്കാണിച്ചത്. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും എൻഡോമെന്റ് വിതരണവും സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി. കെ. സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇത് 3 ഘടകങ്ങളും ചേരുമ്പോഴാണ് ഒരു നോളജ് ഉണ്ടാവുന്നത്, ഒരു ഇൻഫർമേഷൻ ഉണ്ടാവുന്നത്, നോളജായി മാറും. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കണം. സ്വന്തമാം ബുദ്ധിയില്ലാത്തോൻ അന്തമന്യേ പഠിക്കലും ശാസ്ത്രാർത്ഥമറിയാ കൈകറി സ്വാദ് കണക്കിനെ. സ്വന്തമായ ബുദ്ധിയില്ലാത്തവൻ അറ്റമില്ലാതെ പഠിച്ചിട്ടും ശാസ്ത്രീയമായ അർത്ഥമറിയില്ല. ഏതുപോലെ കയ്യിൽ കറി സ്വാദ് കണക്കിനെ. സാമ്പാറും പച്ചടിയും ഓലനും ചിക്കനും മട്ടനും എല്ലാം വിളമ്പി കൊടുക്കുന്ന സ്പൂണില്ലേ, കയ്യിലില്ലേ, ഇതുവരെ ഒരു കറിയുടെ ടേസ്റ്റ് മനസ്സിലായോ? ഇല്ല. അതുപോലെ നിങ്ങൾ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഹിസ്റ്ററി എല്ലാം മുക്കുന്നു, ഉത്തരപ്പേപ്പറിൽ വിളമ്പുന്നു, മുക്കുന്നു, വിളമ്പുന്നു. നിങ്ങൾ മുക്കി വിളമ്പുന്ന കയ്യിലാവരുത്. കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ പി. ജിതിൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KT റീന ഭാസ്കർ സ്വാഗതം പറഞ്ഞു. ഹെഡ്മാസ്റ്റർ KV മനോജ്, PTA പ്രസിഡന്റ് K. സുനിൽ, മദർ PTA പ്രസിഡന്റ് VK ഫാത്തിമ, ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ PP റഫീഖ് അലി, സീനിയർ അസിസ്റ്റന്റ് HSS C. മനീഷ്, സ്റ്റാഫ് സെക്രട്ടറി PP സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ആരോഗ്യ മേഖലയിലെ അനാസ്ഥയ്ക്കും നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിനുമെതിരെ വെൽഫെയർ പാർട്ടി കളക്ടറേറ്റ് മുന്നിൽ ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് സാദിഖ് ഉളിൽ ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റത്തെക്കുറിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരോട് നമ്മൾ പറയേണ്ടതില്ല. കാരണം നാൾക്ക് നാൾ വാണം പോലെ കുതിച്ചുകൊണ്ടിരിക്കുന്ന വിലക്കയറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിത്യോപക സാധനങ്ങളുടെ വില അടിസ്ഥാനപരമായി നമ്മളുടെ അരിയുടെ വിലയടക്കം, ഏറ്റവും പ്രാഥമികമായി ലഭിക്കേണ്ട വിഭവങ്ങളുടെ അടക്കം വിലക്കയറ്റം അതിശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഈ വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ ആവശ്യമായ ഉത്തരവാദപ്പെട്ട സർക്കാർ അത്തരം കാര്യങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല,
ഇത്തരം വിലക്കയറ്റത്തെ പിടിച്ചുകെട്ടാനുണ്ടാക്കിയ സംവിധാനങ്ങൾ മുഴുവൻ CP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. സി മുഹമ്മദ് ഇംതിയാസ്, കെ അസീസ്, ബി ഖാലിദ് എന്നിവർ സംസാരിച്ചു. നാസർ കണ്ണോത്തുംചാൽ, അൻസാരി കാക്കടവൻ, KV അഷ്റഫ്, കെ അസീസ്, ബീന ആയിക്കര എന്നിവർ നേതൃത്വം നൽകി. JCI ഇന്ത്യയുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യ ദേശീയ പ്രസിഡന്റായ S. രാജേന്ദ്രനാഥ് പൈയുടെ സ്മരണക്കായി JCI പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. ഇന്ത്യ സോൺ 19 സംഘടിപ്പിക്കുന്ന SR പൈ യങ് സ്പീക്കേഴ്സ് കോൺടെസ്റ്റ് 2025 സോൺ തല മത്സരം ജൂലൈ 19 രാവിലെ 10 മണിക്ക് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 18 മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാം. ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ നാഷണൽ പ്രസിഡന്റായിരുന്നു SR രാജേന്ദ്ര പൈ സാർ, SR പൈ എന്ന് നമ്മൾ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ ദിനമായി നടത്തപ്പെടുകയാണ് ഒരു പബ്ലിക് സ്പീക്കിംഗ് കോൺടെസ്റ്റാണ് കേരള യങ് സ്പീക്കർ കോൺടെസ്റ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ നടത്തുന്നത്. അത് കേരളത്തിലെ 5 സോണുകളുണ്ട്. 5 സോണുകളിലും ഈ ഒരു സോൺ ലെവൽ പ്രോഗ്രാം ട്രെയിനിങ് അതായത് സ്പീക്കർ കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ സോണായ സോൺ 19 കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മാഹി അടങ്ങിയ മേഖലയിൽ ഈ വരുന്ന ശനിയാഴ്ച 19-ാം തീയതി രാവിലെ 9:30 കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു പബ്ലിക് സ്പീക്കിംഗ് കോൺടെസ്റ്റ് നടക്കുന്നത്. അതിൽ നിന്ന് വിൻ ചെയ്യുന്നവർക്ക് അവിടെ വെച്ച് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസും അതിനുശേഷം കേരളത്തിലെ മൊത്തം ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മത്സരത്തിൽ വെച്ച് SR പൈ ഫൗണ്ടേഷനുമായി ചേർന്ന് നടത്തുന്ന വിജയികൾക്ക് ഫസ്റ്റ് പ്രൈസായി 25,000, സെക്കൻഡ് പ്രൈസ് 15,000, തേർഡ് പ്രൈസ് 5,000 ആണ് നമ്മുടെ പ്രൈസ് കൊടുക്കുന്നത്. നമ്മുടെ ഇതിൽ നിന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇന്ന് നമുക്കറിയാം ഒരുപാട് മേഖലയിലോട്ട് ആൾക്കാർ വളർന്നു പോകുന്നുണ്ട്. AI മുതലായ ടൂളുകളുടെ ആൾക്കാർ യുവാക്കൾ ഇതിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു വാസനയാണ് നമ്മുടെ ഈ പബ്ലിക് സ്പീക്കിംഗ്. നമുക്ക് ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ടും അല്ലെങ്കിൽ പൊതുസമൂഹത്തിനടുക്ക ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ബിൽഡ് ചെയ്യുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ സ്വയം ഡെവലപ്മെൻ്റ് ആണ്. അങ്ങനെ സ്വയം ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ്. ആ കലയെ വളർത്താനും അതിലൂടെ ഒരുപാട് പേര് നമ്മുടെ ഈ ഓർഗനൈസേഷൻ്റെ ഭാഗമാക്കാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ യങ് സ്പീക്കർ കോൺടെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. SR പൈ ഫൗണ്ടേഷൻ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മാഹി ഉൾപ്പെടുന്ന സോണിലെ 18 മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കാം. ആദ്യ 3 സ്ഥാനങ്ങൾ നേടുന്നവർക്ക് സ്റ്റേറ്റ് ലെവൽ ഫൈനലിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ലഭിക്കും. സംസ്ഥാന തലത്തിൽ വിജയികൾക്ക് 25,000, 15,000 എന്നിങ്ങനെ ക്യാഷ് അവാർഡുകളും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ലഭിക്കും. വാർത്താ സമ്മേളനത്തിൽ സോൺ 19 മേഖലാ പ്രസിഡന്റ് ജസിൻ ജയൻ, സോൺ വൈസ് പ്രസിഡന്റ് ശ്രുതി കിഷോർ, SR പൈ ബോർഡ് മെമ്പർ സന്ദീപ് ഷേണായി, സോൺ ഡയറക്ടർ മേഘ പോത്തേൻ, അരുൺ പ്രഭു എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കോടതി വിധിയിൽ പ്രതികരണവുമായി MV ഗോവിന്ദൻ. ഗവർണർമാരുടെ കാവ്യവൽക്കരണം ഇനി നടക്കില്ല. സർക്കാരാണ് ശരിയെന്ന് കോടതി വിധിയിലൂടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനിയും ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും MV ഗോവിന്ദൻ. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവജനങ്ങൾക്കായി നൈപുണ്യോത്സവങ്ങൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. കേരളത്തിൽ നൈപുണ്യ വികസനം നേതൃത്വം KEസിന്. ദേശീയ അന്തർദേശീയ രംഗങ്ങളിലെ മികച്ച തൊഴിൽ മേഖല യുവാക്കൾക്ക് പരിചയപ്പെടുത്തുമെന്നും മന്ത്രി. അനധികൃത കയ്യേറ്റം KK ബിൽഡേഴ്സിനെതിരെ ജനകീയ കമ്മിറ്റി രംഗത്ത്. വർഷങ്ങളായുള്ള നടപടി കൊട്ടിയടച്ചതായി പരാതി. വ്യക്തി താൽപര്യത്തിന് കോർപ്പറേഷൻ കൂട്ടുനിൽക്കുന്നു. തോട് കയ്യേറി നിർമ്മിച്ച കെട്ടിടം പൊളിച്ചുമാറ്റുമെന്ന് നാട്ടുകാർ.
ഒരിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. സംസ്ഥാനത്തെ യുവജനങ്ങളെ ആഗോള മത്സരക്ഷമതയുള്ള മികച്ച മാനവ വിഭവശേഷിയാക്കുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി നൈപുണ്യോത്സവങ്ങൾ സംഘടിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ നൈപുണ്യ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻറ്റ് ടാലി എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്ന് സംഘടിപ്പിച്ച ലോക യുവജന നൈപുണ്യ ദിനാചരണവും ടാലി ട്രെയിനിംഗ് സെൻ്ററുകളുടെ അക്രഡിറ്റേഷനും കണ്ണൂർ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 300 പരം കോഴ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. നമ്മൾ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ 300 കോഴ്സും അത്യന്താധുനിക യുഗത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന കോഴ്സുകളാണ്. ഇന്നിപ്പോൾ ടാലിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അക്കൗണ്ടൻസി ഉള്ള എല്ലാ സ്ഥലത്തും ഇപ്പോൾ ടാലി ഉള്ളവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. പ്രത്യേകിച്ച് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടൻസി ആണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് 8 കോഴ്സുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പുതിയൊരു കോഴ്സ് ഇന്നിപ്പോൾ ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ആ കോഴ്സ് എന്ന് പറഞ്ഞാൽ ദേശീയ അന്തർദേശീയ വ്യവസായ രംഗങ്ങളിലെ മികച്ച തൊഴിൽ മേഖലകൾ നമ്മുടെ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക, തൊഴിൽ വൈദഗ്ധ്യം കൈവരിക്കേണ്ടതിന്റെ പ്രാധാന്യം യുവതലമുറയെ ബോധ്യപ്പെടുത്തുക എന്നീ ഉദ്ദേശങ്ങളോടെയാണ് നൈപുണ്യോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. 22 വയസ്സിൽ താഴെയുള്ള യുവാക്കൾക്ക് ആഗോള പ്രാധാന്യമുള്ള 60ഓളം ട്രേഡുകൾ പരിചയപ്പെടുത്താനും വൈദഗ്ധ്യം മാറ്റുരയ്ക്കാനുമുള്ള അവസരമാണ് ലഭ്യമാക്കുന്നത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള 22 വയസ്സിൽ താഴെയുള്ള അഭ്യസ്ത വിദ്യർക്കും അവസരം ലഭിക്കും. വിജയികൾക്ക് ഇന്ത്യ സെയിൽസ് മത്സരങ്ങളിലൂടെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും മാറ്റുരയ്ക്കുന്നതിന് അവസരം സൃഷ്ടിക്കും. സെപ്റ്റംബറിൽ ആരംഭിച്ച് ഫെബ്രുവരിയിൽ മത്സരങ്ങൾ പൂർത്തിയാക്കും. കേരളത്തിലെ നൈപുണ്യ വികസനത്തിന്റെ നേതൃത്വം കേസിനാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ പൊതു സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മികച്ച നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളെ സുതാര്യമായ പ്രക്രിയയിലൂടെ നൈപുണ്യ വികസന മിഷന്റെ അക്രഡിറ്റേഷൻ നൽകി പൊതുധാരയിലേക്ക് എത്തിക്കും. ഇത്തരം ഏജൻസികളുടെ അനുഭവ സമ്പത്തും പരിശീലന മികവും വ്യാവസായിക ബന്ധങ്ങളും പ്രയോജനപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. വികേന്ദ്രീകൃത നൈപുണ്യ വികസനത്തിന്റെ ഭാഗമായി ടാലി എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ച് കേരളത്തിൽ അക്കൌണ്ടിംഗ് രംഗത്ത് നല്ല രീതിയിൽ പരിശീലനം ലഭ്യമാക്കുന്ന പരിശീലന സ്ഥാപനങ്ങളെ കേസിലേക്ക് അക്രഡിറ്റേഷൻ നൽകുന്നതിനാണ് തുടക്കമിടുന്നത്. ടാലി എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് പുതുതായി തയ്യാറാക്കിയ മാസ്റ്റർ അക്കൌണ്ടന്റ് എന്ന കോഴ്സിന്റെ രജിസ്ട്രേഷനും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേസ് MD സുഫിയാൻ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. TEPL ഗവൺമെന്റ് പ്രോജക്ട് അക്രഡിറ്റേഷൻ ഹെഡ് രാകേഷ് ചന്ദ്രശേഖർ മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് കലക്ടർ എഖ്തദെ മുഫസിർ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നെനോജ് മേപ്പടിയത്ത്, TPEL സൌത്ത് സോൺ ഇന്റർനാഷണൽ AGM NGG കുമാർ, KS CEO TV വിനോദൻ എന്നിവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. സ്കൂൾ സമയമാറ്റത്തിൽ എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ചർച്ച തീരുമാനം മാറ്റാനല്ല, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ സമയമാറ്റത്തിൽ പിന്നോട്ടില്ല എന്നും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ചർച്ചകളെന്നും മന്ത്രി പറഞ്ഞു. മതസംഘടനകൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥയുടെ ഭാരവാഹികളുമായി ഞാനിന്ന് കണ്ണൂർ പ്രദേശങ്ങൾ സംസാരിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, അവർക്ക് ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അവർക്ക് ഇതിനുവേണ്ടി റിപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ അടുത്ത ആഴ്ച അതിനൊരു വേദി എടുക്കാമെന്ന് പറഞ്ഞു. അവരത് സമ്മതിച്ചിട്ടുണ്ട്. കാരണം ഇത് ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെയാണ് ഈ പ്രഖ്യാപനം നടത്താൻ വേണ്ടിയുള്ള കാരണം. അതായത് ഇത് നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളിലും ചട്ടങ്ങളിലും പറയുന്നത് 220 ദിവസം. 220 ദിവസം ഒരു കാലഘട്ടത്തിലും നമ്മുടെ കേരളത്തിൽ ഞാൻ മന്ത്രിയായി വന്ന ശേഷം 204 ദിവസമുണ്ട്.
അതുപോലെ സംഭവങ്ങളൊക്കെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു സംഘർഷം ഉണ്ടാവണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ 198 ദിവസം. അതിനുശേഷമാണ് ഈ എബനീസർ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് എറണാകുളത്തുള്ള ആൾക്കാർ അധ്യാപക സംഘടനയുടെ ഹൈക്കോടതി കേസ് ഹൈക്കോടതി പറഞ്ഞു നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് നിങ്ങളൊരു കമ്മീഷണർ റോഡ് വികസനത്തിന്റെ പേരിൽ കുടിയിറക്കൽ. കലക്ട്രേറ്റിന് മുൻപിൽ ചക്കരക്കല്ലിലെ വ്യാപാരികളുടെ പ്രതിഷേധമിരമ്പി. വരുന്ന തെരഞ്ഞെടുപ്പിൽ വ്യാപാരി സമൂഹം മറുപടി നൽകുമെന്ന് ദേവസ്യ മേച്ചേരി പറഞ്ഞു. അശാസ്ത്രീയ റോഡ് വികസനത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചക്കരക്കൽ യൂണിറ്റും ചക്കരക്കൽ ടൗൺ സംരക്ഷണ സംയുക്ത സമരസമിതിയുടെയും നേതൃത്വത്തിലാണ് കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. തളിപ്പറമ്പിലെത്തിയാലും കണ്ണൂരിലെത്തപ്പെട്ടാലും തലശ്ശേരിയിലെത്തപ്പെട്ടാലും പട്ടണങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചുകൊണ്ട് ബൈപ്പാസ് നിർമ്മിച്ചുകൊണ്ട് ജനങ്ങൾക്ക് യാത്രാ സൗകര്യം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ജില്ലയ്ക്കകത്ത് ഇവിടെ എടുത്ത് പരിശോധിച്ചാലും കാണാൻ വേണ്ടി കഴിയുന്നത്. അതിന് അനുസൃതമായി ചക്കരക്കല്ലിലും ഒരു ബൈപ്പാസ് റോഡ് വിഭാവനം ചെയ്യുകയുണ്ടായി. അതിൻ്റെ സർവേയും എസ്റ്റിമേറ്റും പ്ലാനും എല്ലാം റെഡിയാക്കിയതിന് ശേഷം ചിലവരുടെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അത് മാറ്റിവെച്ചുകൊണ്ട് ചക്കരക്കൽ പട്ടണത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ വികസനം നടപ്പാക്കാൻ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു ഗവൺമെന്റിനുമെതിരല്ല, ഒരു ജനപ്രതിനിധികൾക്കുമെതിരല്ല. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഏറ്റവും ഹീനമായ ആ നയത്തെ ജീവൻ കൊടുത്തും കാത്തു സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ ഉത്തരവാദിത്വമാണ് ചക്കരക്കല്ലിലെ വ്യാപാരി വ്യവസായി സമൂഹവും ചക്കരക്കല്ലിലെ പൗരാവലിയും സ്വയം ഏറ്റെടുത്തിട്ടുള്ളത് എന്ന കാര്യം ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെയും കേരള ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ഈ ധർണാ സമരം പ്രയോജനപ്പെടുത്തുകയാണ്. ചക്കരക്കൽ ഉൾപ്പെടെ പട്ടണങ്ങളിൽ നടപ്പിലാക്കുന്ന അശാസ്ത്രീയമായ റോഡ് വികസനത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ വ്യാപാരി സമൂഹം മറുപടി നൽകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി പറഞ്ഞു. ചക്കരക്കൽ മേഖലയിലെ അശാസ്ത്രീയ റോഡ് വികസനത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചക്കരക്കൽ യൂണിറ്റും ചക്കരക്കൽ ടൗൺ സംരക്ഷണ സംയുക്ത സമരസമിതിയുടെയും നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിന് ശേഷമുള്ള പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് വികസനത്തിന് വ്യാപാരി സമൂഹം എതിരല്ല. ഒരു പട്ടണത്തെ പൂർണ്ണമായും ഇടിച്ചു നിരത്തിയല്ല വികസനം വേണ്ടത്. ചക്കരക്കല്ലിൽ വിഭാവനം ചെയ്ത ബൈപ്പാസ് ഒഴിവാക്കിയത് ആരുടെയൊക്കെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും വ്യാപാരികളുടെ ശബ്ദം സഭകളിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അഭ്യർത്ഥിച്ചാണ് ദേവസ്യ മേച്ചേരി പ്രസംഗം അവസാനിപ്പിച്ചത്. ചക്കരക്കൽ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC അഷ്റഫ് സ്വാഗതം പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചക്കരക്കൽ യൂണിറ്റ് പ്രസിഡന്റ് KP നസീർ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി പുനത്തിൽ ബാഷിദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് A സുധാകരൻ, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് KS റിയാസ്, ചക്കരക്കൽ മേഖലാ പ്രസിഡന്റ് K രാജൻ, TV അബ്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു. വികസനം ഗ്രാമങ്ങളിൽ നിന്ന് തുടങ്ങണമെന്നും ഗ്രാമങ്ങൾ വികസിക്കുമ്പോൾ മാത്രമാണ് രാജ്യം വികസിക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസ് MP. കൂട്ടുമുഖം താഴെപ്പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ പ്രദേശത്തെ 150ഓളം വീട്ടുകാരുടെ യാത്രാ ദുരിതം അവസാനിച്ചു. മുടക്കി ആ സ്കൂളിനൊരു കെട്ടിടം എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ പയ്യന്നൂരിൽ നിന്ന് ഈ വലിയ അരീക്കമലയിലേക്ക് പോകുമ്പോൾ 2-3 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കണ്ടു. വലിയ സൗകര്യമുള്ള സ്കൂളുകൾ. പക്ഷേ അതേ സൗകര്യത്തിന് ആ മലമുകളിലുള്ള കുട്ടികൾക്കും പഠിക്കാനുള്ള സംവിധാനം അവിടെ ആയിക്കഴിഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നോക്ക്, നല്ല ട്യൂബ് ലൈറ്റ്, ഫാന്, നല്ല കോൺക്രീറ്റ് ബിൽഡിങ്, ഇനി അഥവാ കാറ്റടിച്ചാലും മഴ പെയ്താലും കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല.
ശ്രീകണ്ഠാപുരം നഗരസഭാ വാർഡ് കൌൺസിലർ വി ജമുന അധ്യക്ഷത വഹിച്ചു. രാജ്യസഭാ എംപിയായ ജോൺ ബ്രിട്ടാസിന്റെ 2022-23 വർഷത്തെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാലത്തിന്റെ പണി പൂർത്തീകരിച്ചത്. കൂട്ടുമുഖത്ത് നിന്നും കോളേരി വയൽ, കൊയിലി എന്നിവിടങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിലെത്താവുന്ന റോഡാണിത്. പാലത്തിനോട് ചേർന്നുള്ള 150 മീറ്റർ അപ്രോച്ച് റോഡ് ടാർ ചെയ്യുന്നതിനായി ഫണ്ട് അനുവദിക്കുന്നതിനായി പ്രദേശവാസികൾ എംപിക്ക് നിവേദനം നൽകി. പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കിയ കോൺട്രാക്ടർ ഹംസകുട്ടിക്കും പാലം നിർമ്മാണത്തിനായി നഗരസഭയ്ക്ക് സ്ഥലം വിട്ടു നൽകിയ മുഹമ്മദ് കുഞ്ഞിക്കും എംപി ഉപഹാരം നൽകി. വാർഡ് മെമ്പർമാരായ വിജിൻ മോഹൻ, KO പ്രദീപൻ, VC രവീന്ദ്രൻ, P മീന, EV തങ്കമണി, സംഘാടക സമിതി കൺവീനർ K ഷൈജു, വിവിധ പാർട്ടി പ്രതിനിധികളായ VC ഹരിദാസൻ, TP സുനിൽകുമാർ, KP ഗംഗാധരൻ, ഇല്ലിക്കൽ അഗസ്തി, CB പണ്ടാരശ്ശേരി, അലക്സാണ്ടർ ഇല്ലിക്കുന്നുംപുറത്ത് എന്നിവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. താവക്കര ബസ് സ്റ്റാൻഡ് നാട്ടുകാർ ഉപരോധിച്ചു. ബസ് സ്റ്റാൻഡിന്റെ പിറകുവശത്തെ തോട് കയ്യേറി KK ബിൽഡേഴ്സ് നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. ഇവിടെയുള്ള വഴി പുനഃസ്ഥാപിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. തുടങ്ങിയത് മുതലുള്ള കാര്യമാണ്. ഡിഫൻസ് ലാൻഡ് ഒഴിവാക്കി, പൂർണ്ണമായും കയ്യേറിയില്ല. കഴിഞ്ഞ വർഷം ഡിഫൻസ് ലാൻഡ് ഒഴിവാക്കി. നമ്മുടെ സ്ഥലമാണ് സ്വകാര്യ വ്യക്തി കയ്യേറി. ഇതൊരു റോഡാണ് ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട്. നിങ്ങൾ നോക്കൂ, ഇത്രയും നഗ്നമായിട്ടുള്ള കയ്യേറി കണ്ണൂർ കോർപ്പറേഷൻ തഹസിൽദാർ ഉത്തരവിട്ടിട്ടും കണ്ണൂർ കോർപ്പറേഷൻ ഇത് ഒത്തുകളിക്കുകയാണ് ഇവരുമായിട്ട്. അപ്പോൾ നിങ്ങൾ നോക്ക്, എത്ര നഗ്നമായിട്ടുള്ള കയ്യേറ്റാണെന്ന്. വർഷങ്ങളായി കണ്ണൂർ ആശുപത്രി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് കാൽനട യാത്രികർ ആശ്രയിച്ചിരുന്ന വഴിയാണ് കൊട്ടിയടക്കപ്പെട്ടത്. MLA ഫണ്ട് ഉപയോഗിച്ച് സ്ലാബിട്ട് വൃത്തിയാക്കിയ വഴിയാണ് വ്യക്തി താൽപര്യത്തിലൂന്നി ഇപ്പോൾ അടക്കപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയത്തിലാണ് ജനകീയ കമ്മിറ്റി രംഗത്ത് വന്നത്, ബസ് സ്റ്റാൻഡ് ഉപരോധിച്ചതും. എന്നാൽ പ്രതിഷേധക്കാരും ബസ് തൊഴിലാളികളും തമ്മിൽ വാക്കേറ്റമാണ് കാണാനായത്. KK ബിൽഡേഴ്സാണ് ഈ നഗ്നമായ നിയമലംഘനം നടത്തിയിട്ടുള്ളതെന്നിരിക്കെ കോർപ്പറേഷൻ അധികാരികളടക്കം കൂട്ടുനിന്നെന്ന് ആരോപിച്ചു. നവകേരള സദസ്സിലടക്കം നിവേദനം നൽകിയിട്ടും പൊളിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും 1 വർഷമായിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇത് കോർപ്പറേഷനും KK ബിൽഡേഴ്സും കൂടിയുള്ള ഒത്തുകളിയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ജനകീയ കൂട്ടായ്മയുടെ പേരിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെങ്കിലും ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കുക തന്നെ ചെയ്യും. MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് 50 ലക്ഷം ഉറുപ്പിക വെച്ചിട്ട് ഇതിന്റെ തൊട്ടപ്പുറത്തെ ഭാഗത്ത് ഇതുപോലെ സ്ലാബ് ഇട്ടിട്ട് നാട്ടുകാർക്ക് പോകേണ്ട ഒരു വഴിയാക്കി. അതേപോലെ കോർപ്പറേഷൻ ഇവിടെ പൈസ ചെലവാക്കിയിട്ട് ഇവിടെയും സ്ലാബ് വാർത്ത. പക്ഷേ ഇതെന്താന്ന് പറഞ്ഞാൽ ഈ സ്ലാബ് വാർത്ത ഇവിടെ എത്തുമ്പോൾ ഇവിടെ KK ബിൽഡേഴ്സ് നമ്മൾ ഈ സ്ലാബിന്റെ മുകളിൽ അവർ ഘടക വെട്ടി 2 ഭാഗം മുട്ടിച്ചിട്ട് അവർ അതിനെതിരായിട്ട് നമ്മൾ നിവേദനം എല്ലാം കൊടുത്ത് നവകേരള സദസ്സിൽ നിവേദനം എല്ലാം കൊടുത്തു. അതിന് പൊളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഓർഡറും വന്നു. കഴിഞ്ഞ 1 കൊല്ലമായിട്ട് നമ്മൾ ഇതിന്റെ വയ്യാതെയാവും. പക്ഷേ കോർപ്പറേഷൻ അധികൃതരും ഇവരും കൂടിയിട്ടില്ല, KK കൂടിയിട്ടില്ല ഒത്തുകളിയിൽ ഇത് പൊളിക്കാണ്ടിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് നാട്ടുകാർ മൊത്തമായിട്ട് ഇതൊരു വഴിതടൽ പ്രശ്നമാക്കി ഒരു വിഷയമാക്കി എടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് പത്രക്കാരും എല്ലാവരും ഇന്ന് വന്ന് കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും നിരീക്ഷിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ നമ്മളെ ആവശ്യം, നാട്ടുകാർ ആവശ്യം, നമുക്ക് വേറെ വഴിയില്ല. ഇപ്പോഴത്തെ കണ്ടോൺമെന്റ് വഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വഴി നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഗതാഗത യോഗ്യമാക്കണം എന്നുള്ള നാട്ടുകാർ ആവശ്യം. സിറ്റി ന്യൂസ് കണ്ണൂർ. സ്കൂളിലെ പാദപൂജയെയും ഗവർണറെയും മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചു. പാദപൂജയിൽ ഗവർണറുടെ ആഗ്രഹം മനസ്സിലിരിക്കുകയേ ഉള്ളുവെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. RSS സംരക്ഷണയിൽ പാദപൂജ നടത്തിയാൽ നിയമപരമായി സ്കൂളുകൾ നടത്തിക്കൊണ്ടുപോകാനാവില്ല. കുട്ടികളെ കൊണ്ട് കാല് കഴുകിപ്പിക്കുന്നതിനെതിരെ ഗവർണർക്ക് എങ്ങനെ അനുകൂലിക്കാൻ സാധിക്കുന്നുവെന്ന് മന്ത്രി ചോദിച്ചു. ബഹുമാനപ്പെട്ട ഗവർണറുടെ ആഗ്രഹം മനസ്സിലിരിക്കുകയുള്ളൂ. കേരളത്തിലെ ഒരു വിദ്യാലയങ്ങളിലും കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെയോ പൂർവ്വ അധ്യാപകരുടെയോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റേതെങ്കിലും പ്രമാണിമാരുടെയോ കാല് കഴുകി ഒരു ചടങ്ങ് നടത്തുന്ന രീതി കേരളത്തിലെ സ്കൂളുകളുണ്ട്. അപ്പോൾ നടന്ന സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നതിന് വലിയ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് വരുന്നു. ഇതിനൊരു പ്രശ്നം വെച്ചാൽ അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്, എയ്ഡഡ് സ്കൂളുകളുണ്ട്, ഗവൺമെൻറ് സ്കൂളുകളുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിൽ എൽഒ സ്കൂളുകൾ മാത്രമാണ് ഗവൺമെൻറ് സ്കൂൾ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പരിമിതിയുണ്ട്. ഇതിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന ഏത് പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ തരത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പിലുണ്ട്. ഇവിടെ ഒരു ആലപ്പുഴ ജില്ലയിൽ മറ്റുള്ള BJP നേതാവിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെയും കാര്യങ്ങൾ ഇത് ഒരു പഴയ കാലഘട്ടത്തെ ഒരു വിശ്വാസത്തിലേക്ക്, പുരോഗമനപരമല്ലാത്ത മതേതരത്വമല്ലാത്ത വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രശ്നമാണ്. അത് മാത്രമല്ല, ഈ സ്കൂൾ നടത്തുന്ന RSSന്റെ നേതൃത്വത്തിൽ സ്കൂൾ നടത്തുന്ന ഭരണാധികാരികൾ പറയുന്നത് കേട്ടു,
ഞങ്ങൾ കാല് കഴുകുന്നതിന് എല്ലാ സ്കൂളുകളിലും പ്രൊട്ടക്ഷൻ കൊടുക്കും. എല്ലാ സ്കൂളുകളിലും കാല് കഴുകുന്നതിന് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുത്താൽ സ്കൂളൊന്നും നിയമപരമായി നടത്തിക്കൊണ്ട് പോകുമെന്ന കാര്യം പ്രയാസമാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കായികാധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ മുഴുവൻ കായികാധ്യാപകരും ജൂലൈ 16 DDE ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10 ധർണ ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റും മുൻ സായി കോച്ചുമായ ജോസ് മാത്യു ഉദ്ഘാടനം ചെയ്യും. UP സ്കൂളിലും ഹൈസ്കൂളിലുമായിട്ട് തസ്തികാ മാനദണ്ഡം കാലോചിതമായും ശാസ്ത്രീയമായും പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഹയർ സെക്കൻഡറി തസ്തിക അനുവദിച്ച് ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികൾക്ക് കൂടി കായിക പഠനം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. അതേപോലെ തന്നെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഈ മേളകൾ നടത്തുന്ന സെക്രട്ടറിമാർ, ബഹുമാനപ്പെട്ട DDയും അതേപോലെ ഞങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു സെക്രട്ടറിയുമാണ്, റവന്യൂ സെക്രട്ടറിയുമാണ് ഒരു അക്കാദമിക് ഇയറിലെ മുഴുവൻ കായിക മത്സരങ്ങളും സംഘടിപ്പിക്കേണ്ടത്. അവരുടെ സബ് ജില്ല മുതൽ ജില്ല മുതൽ സംസ്ഥാനത്ത് വരെ ഉള്ള മേളകൾ സംഘടിപ്പിക്കേണ്ടത്. അങ്ങനെ കഴിഞ്ഞ 3 വർഷമായി ഏകദേശം 12 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ലഭിക്കാനുണ്ട്. അതുകൂടി നമ്മൾ ഈ ആവശ്യമായി അധികാരികളുടെ മുന്നിൽ വെക്കുകയാണ്. അപ്പം ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നാളത്തെ കേരളത്തിലെ 14 DD ഓഫീസിന് മുന്നിലും കേരളത്തിലെ മുഴുവൻ കായിക അധ്യാപക സുഹൃത്തുക്കളും നാളെ ധർണാ സമരവും മാർച്ചും സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നാളെ കാലത്ത് 10 മണിക്ക് കണ്ണൂരിലും DD ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സായിയുടെ മുൻ അത്ലറ്റിക് കോച്ചും ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട ജോസ് മാത്യു സാറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. റദ്ദാക്കിയ കായിക അധ്യാപക സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക. UP ഹയർ സെക്കൻഡറി തസ്തിക നിർണായക മാനദണ്ഡങ്ങൾ കാലോചിതവും ശാസ്ത്രീയവുമായി പരിഹരിക്കുക. ഹയർ സെക്കൻഡറി തസ്തിക അനുവദിച്ച പ്രമോഷനും നിയമനങ്ങളും നടപ്പിലാക്കുക. മുഴുവൻ വിദ്യാലയങ്ങളിലും കായിക അധ്യാപക നിയമനം നടപ്പിലാക്കി കുട്ടികളുടെ പഠനാവകാശം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PP ഉദയകുമാർ, ജോസ് ജോസഫ്, ജിനൽകുമാർ D, മുജീബ് റഹ്മാൻ UV, ഷമീർ KK എന്നിവർ പങ്കെടുത്തു. കണ്ണൂരിൽ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ കേസിലെ പ്രതിയായിരുന്ന COT നസീറിനെയും മാതാവ് ആമിന ബീവിയെയും സന്ദർശിച്ച് മകൻ ചാണ്ടിയുമ്മൻ MLA. തിങ്കളാഴ്ച വൈകിട്ടോടെയായിരുന്നു ചാണ്ടിയുമ്മൻ തലശ്ശേരിയിലെ കായത്ത് റോഡിലെ വസതിയിലെത്തിയത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ചാണ്ടിയുമ്മന് കെട്ടിവെക്കാനുള്ള പണം നൽകിയത് ആമിന ബീവിയായിരുന്നു. ഇരുവരെയും വീട്ടിലെത്തി സന്ദർശിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു. ഇന്നിപ്പം ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ച അതിയായ സന്തോഷം. അതുപോലെ ഇപ്പം വരുമ്പോഴും നമ്മുടെ എല്ലാ മനസ്സ് നിമിഷപ്രിയയോടെ എപ്പോഴാണ് നിമിഷപ്രിയയുടെ ഒരു മോചനം. അപ്പം നമ്മൾ ഓരോരുത്തരും എന്താ പറയുക പ്രതീക്ഷിക്കുന്നത് നല്ലൊരു വാർത്തയ്ക്ക് വേണ്ടിയാണ് നമുക്കെല്ലാം പ്രാർത്ഥിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇനിയുള്ള ദിവസങ്ങൾ വിനിയോഗിക്കേണ്ടതെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരായി KPCC ആഹ്വാനപ്രകാരമുള്ള സമരസംഗമം കണ്ണൂർ നവനീതം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടി UDF അധികാരത്തിലേക്ക് കടന്നു വരണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിജയം നമുക്ക് വഴികാട്ടിയായി നിലനിൽക്കുകയാണ്. ഈ വർഷം അവസാനം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് ചരിത്ര വിജയം നേടാൻ വേണ്ടിയുള്ള പ്രവർത്തനം ഊർജിതമാക്കണം. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടി UDF അധികാരത്തിലേക്ക് കടന്നു വരണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. നമുക്കറിയാം, നമ്മളുടെ മുന്നിൽ ഒരു ചരിത്രമുണ്ട്. 2009 അന്നത്തെ VS സർക്കാരിനെതിരായി പാർലമെന്റ് ഇലക്ഷനിൽ നമ്മൾ അതിഗംഭീരമായ വിജയം കരസ്ഥമാക്കിയും ഒരുപക്ഷെ അതിനേക്കാൾ ഗംഭീര വിജയം 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഭരണത്തിന് കീഴിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് കേരളം ഒട്ടാകെ നേടാൻ സാധിച്ചുവെങ്കിൽ നമുക്കറിയാം 2025 ഐക്യജനാധിപത്യങ്ങളുടെ വിജയ ചരിത്രം ആവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാണ് എല്ലാവരുടെയും പ്രവർത്തനം, എല്ലാവരുടെയും സഹകരണം. ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നിലമ്പൂരിൽ UDF പ്രചരണം നടത്തിയത്. ജനങ്ങൾ നമ്മുടെ കൂടെ നിന്നു. അതുകൊണ്ട് ജനകീയ വിഷയങ്ങൾ ഉയർത്തിയുള്ള പ്രക്ഷോഭം തുടരണം.
അതിനായി ഒറ്റക്കെട്ടായി ഏകമനസ്സോടെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡ് വിഭജനം ഉൾപ്പെടെ നടന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന് അനുകൂലമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. UDF കൺവീനർ അടൂർ പ്രകാശ്, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ MLA, ഷാഫി പറമ്പിൽ MP, രാജ്മോഹൻ ഉണ്ണിത്താൻ MP എന്നിവർ പ്രസംഗിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. സജി ജോസഫ് MLA, അഡ്വക്കേറ്റ് PM നിയാസ്, അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, പ്രൊഫസർ AD മുസ്തഫ, VA നാരായണൻ, സജീവ് മറോളി, ചന്ദ്രൻ തില്ലങ്കേരി, അഡ്വക്കേറ്റ് TO മോഹനൻ, റിജുൽ മാക്കുറ്റി, മുഹമ്മദ് ബ്ലാത്തൂർ, MP ഉണ്ണികൃഷ്ണൻ, രജനി രാമാനന്ദ്, രാജീവൻ എളിയാവൂർ, അമൃത രാമകൃഷ്ണൻ, ഷമ മുഹമ്മദ്, MP വേലായുധൻ, കൊയ്യം ജനാർദ്ദനൻ, KV ഫിലോമിന, തോമസ് വക്കത്താനം, T ജയകൃഷ്ണൻ, വിജിൽ മോഹൻ, ശ്രീജ മഠത്തിൽ, MC അതുൽ, മധു എരമം തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ അടിപ്പാതയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി ട്രാഫിക് നിയന്ത്രിക്കുകയായിരുന്ന ഹോംഗാർഡ് കൈകാണിച്ചിട്ടും നിർത്താതെ റോങ് സൈഡ് കയറി പോവുകയായിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോംഗാർഡ് രാജേഷിനെയാണ് ബസ് ഉരസിയ ശേഷം മുന്നോട്ട് നീങ്ങിയത്. കണ്ണൂർ മാട്ടൂൽ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബ്രീസ് ബസിന്റെ ഡ്രൈവർക്കെതിരെയാണ് നിയമലംഘനം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളിൽ പഴയങ്ങാടി പോലീസ് കേസെടുത്തത്. ഹോംഗാർഡിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഭാരതത്തിന്റെ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ലയുമായി തിരുവനന്തപുരം വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രത്തിൽ വച്ച് ആശയവിനിമയം നടത്തിയ വിദ്യാർത്ഥികളെ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ അനുമോദിച്ചു. ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് കവയിത്രി ഡോക്ടർ ഷൈനി മീര ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്ന് ജൂൺ 2017 ജൂൺ 19 മുതലാണ് നമ്മൾ വായനാ ദിനം ആചരിച്ചു പോകുന്നതെങ്കിലും വായന എന്ന് പറയുന്നതിനൊരു ദിനം നമുക്ക് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഇല്ല. കാരണം ഇന്ന് ഈ വായന എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും മാറിയതിന് ശേഷം ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് നമുക്ക് ഈ വായനാ ദിനം എന്ന് പറയുന്ന ഒരു ദിവസവും അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ പ്രോഗ്രാമും വളരെയേറെ ഗുണം ചെയ്യുന്നത് തന്നെയാണ്. കാരണം കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാൽ വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. അതെ, നമുക്ക് അറിവ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വളരെയധികം അനുഗ്രഹമാണ് നമ്മുടെ അറിവ് എന്ന് പറയുന്നത്. അത് ഒരാൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാനോ ഒന്നും നമുക്ക് സാധ്യമല്ല. നമ്മുടെ അറിവ് നമ്മുടെ ഉള്ളിലാണ്. ഇന്നത്തെ കുട്ടികളുടെ മുന്നോട്ടുള്ള ഓരോ ജീവിത രീതികളും അവരുടെ വളർച്ചയിലും വളരെ ആശങ്കാകുലരാണ് മാതാപിതാക്കളും അധ്യാപകരും എല്ലാവരും. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുമക്കളോട് പറയാനുള്ളത്, വായനയിലൂടെ നമ്മൾ അറിവ് നേടുക. എത്ര നമ്മൾ കണ്ടാലും കേട്ടാലും വായിച്ച് വളരുന്നതോടൊപ്പം അല്ലെങ്കിൽ വായനയിലൂടെ കിട്ടുന്ന ആ ഒരു കൃത്യസ്ഥമായ ഒരു അറിവ് നമുക്ക് വായനയിലൂടെ കിട്ടുന്നത് പോലെ നമുക്ക് എങ്ങും നിന്നും കിട്ടുകയില്ല. ശ്രീധർ ശ്രീദേവ് ഗോവിന്ദ്, അമ്മൻ K മുരളി, മുഹമ്മദ് തൗസീബ്, അജുവാദ് മുഹമ്മദ് അനസ്, അജയ് K അരവിന്ദ്, പത്മജിത്ത് PK, പാർവണ K എന്നിവരെയാണ് ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ അനുമോദിച്ചത്. രാംദാസ് കതിരൂർ അധ്യക്ഷത വഹിച്ചു. PN പണിക്കറിന്റെ ഓർമ്മയ്ക്കായി ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സ്വരാജ് പുരസ്കാരം ലീമ സജീവൻ, ബീന MV എന്നിവർ ഏറ്റുവാങ്ങി. വായനാ മാസാചരണത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനം വിതരണം ചെയ്തു. ബാലചിത്രകാരി ചാരുനന്ദിയുടെ ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ടായി. ഒളിമ്പിക് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ബാബു പണ്ണേരി സമ്മാനം വിതരണം ചെയ്തു. ആനന്ദകുമാർ പറമ്പത്ത്, ലസി വിജയൻ, ഷാഹിറ ജാഫർ, ദിവ്യ സജി, ബാലസുബ, സമീറ തയ്യിൽ, ശ്രീകല CP തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കോടതി വിധിയിൽ പ്രതികരണവുമായി MV ഗോവിന്ദൻ. ഗവർണർമാരുടെ കാവ്യവൽക്കരണം ഇനി നടക്കില്ല. സർക്കാരാണ് ശരിയെന്ന് കോടതി വിധിയിലൂടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനിയും ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും MV ഗോവിന്ദൻ. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവജനങ്ങൾക്കായി നൈപുണ്യോത്സവങ്ങൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. കേരളത്തിൽ നൈപുണ്യ വികസനം നേതൃത്വം KEസിന്. ദേശീയ അന്തർദേശീയ രംഗങ്ങളിലെ മികച്ച തൊഴിൽ മേഖല യുവാക്കൾക്ക് പരിചയപ്പെടുത്തുമെന്നും മന്ത്രി. അനധികൃത കയ്യേറ്റം KK ബിൽഡേഴ്സിനെതിരെ ജനകീയ കമ്മിറ്റി രംഗത്ത്. വർഷങ്ങളായുള്ള നടപടി കൊട്ടിയടച്ചതായി പരാതി. വ്യക്തി താൽപര്യത്തിന് കോർപ്പറേഷൻ കൂട്ടുനിൽക്കുന്നു. തോട് കയ്യേറി നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു മാറ്റുമെന്ന് നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.